ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. കുക്കിംഗ് വ്ളോഗാണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒരു അറബിക് ഫുഡാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. കുബൂസ്, പിന്നെ അമ്മൂസ്, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കബാബ് ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഷിഷ് തവൂക്ക്. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്പെഷ്യലെല്ലാം ഉണ്ടാക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് ഈ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി വെള്ളക്കടല കുതിർത്ത് വെച്ചിന്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. ഇത് അമ്മൂസിന് വേണ്ടിയിട്ടാണ്. ഞാനിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മാത്രമാണ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ഉപ്പ് നമ്മൾ അമ്മൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടുകൊടുത്താൽ മതി. ഇനി ഞാൻ ഈ 3 ഇലകളൊന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട്. ഇത് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പിന്നെ പാഴ്സലില്ല. അപ്പോൾ ആ ഒരു ഇലയും കൂടിയാണ്. അപ്പോൾ ഇത് 3 ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ കബാബിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കബാബ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഷിഷ് തവൂക്കിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടേനെ കേട്ടോ. അപ്പോൾ സെയിം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഇതിൽ റെസിപ്പി പറയുന്നുണ്ട്. ഇനി ഈ ചിക്കനെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഷിഷ് തവൂക്കിന് വേണ്ടിയിട്ട്. പിന്നെ കബാബിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുക വേണ്ട. നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ്. ഷിഷ് തവൂക്കിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ തന്നെ നോക്കിയിട്ട് എടുക്കണേ. ഞാനിപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനിടയ്ക്ക് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം ഞാനിത് ചിക്കനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ തലേന്ന് രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. നല്ലോണം മസാല പിടിക്കും. ഞാനിപ്പം രാവിലെയാണ് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് രാത്രിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം കൈയിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഈ മീൻ ഇറച്ചിയെല്ലാം കഴിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. പിന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാനിതാ ചിക്കൻ കബാബിന് വേണ്ടിയിട്ട് ഈ ചിക്കൻ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും ചിക്കൻ മാത്രമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അളവൊന്നും ഇതിൽ പറയുന്നില്ല. ഇതിൻ്റെ എല്ലാ അളവും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ മല്ലിച്ചപ്പ്, പിന്നെ പുതിനച്ചപ്പ്, പിന്നെ പാഴ്സലി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടി, പിന്നെ പാപ്രിക്ക പൗഡർ, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, നല്ല ജീരകം പൊടിച്ചത്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് ഒലിവ് ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മുമ്പ് ഒരു കബാബിൻ്റെ വീഡിയോ ഇട്ടിനി. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് എല്ലാം കൂടിയിട്ട് മിക്സിയിൽ നമ്മൾ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇതങ്ങനെയല്ല, ഇത് വേറെ സ്റ്റൈലാണ്. പക്ഷേങ്കിൽ രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഷിഷ് തവൂക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാപ്രിക്ക പൗഡർ, വൈറ്റ് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ വേണ്ട മസ്റ്റാർഡ് സോസ്, തൈര്, പിന്നെ ഒരു പുളിനാരങ്ങൻ്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ഇതിലിപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയാത്തതെന്ന് വെച്ചാൽ എല്ലാവരും എത്രയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ചായിരിക്കും ഉണ്ടാക്കാൻ, ചിലപ്പോൾ 1 കിലോൻ്റെ കണക്കിലായിരിക്കും ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഏതായാലും 1 കിലോൻ്റെ കണക്ക് വെച്ചിട്ട് അങ്ങനെ അളവും കാര്യങ്ങളെല്ലാം പറയാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കുബൂസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഈസ്റ്റാണ് ചേർത്തത്. എന്നിട്ട് അതൊന്ന് ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റോളം പൊങ്ങാനായിട്ട് വെക്കാം.
എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് എങ്ങനെ കുഴച്ചെടുക്കുന്ന അതിലും കുറച്ച് അയവിൽ കുഴച്ചെടുക്കാം. അങ്ങനെ നന്ന കട്ടിയിൽ കുഴച്ചെടുക്കണ്ട, കുറച്ചൊന്ന് അയവുണ്ടായിരിക്കണം കുബൂസിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ്. എന്നിട്ട് ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു മാവിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വെക്കാം. 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് ഞാൻ കുറച്ച് പാത്രം കയറ്റെടുക്കാറുണ്ട്. അതെല്ലാം ഒന്ന് കയറ്റെടുത്തിട്ട് പിന്നെ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണിയിലേക്ക് എടുക്കും. ചായ കുടിക്കൽ മാത്രമല്ല, മരുന്ന് വാങ്ങി കൊടുക്കാനായി, മരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് മാത്രം. പിന്നെ അതെല്ലാം മക്കൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങും മദ്രസൻ്റെ, അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ ഞാൻ പാത്രമെല്ലാം കയറ്റെടുത്തതിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പെല്ലാം. അപ്പോൾ ഞാനിതാ എൻ്റെ മരുമിസ്കാരം കഴിഞ്ഞ ശേഷം വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് ഈ ഒരു കടല അരച്ചെടുക്കുന്നതാണ്, നമ്മൾ അമ്മൂസിന് വേണ്ടിയിട്ടുള്ള. എന്നിട്ട് ഇതിലേക്ക് തൈന് പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒലിവ് ഓയിൽ, പിന്നെ ഒരു പുളിനാരങ്ങൻ്റെ നീര്, കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കടല. പിന്നെ നല്ല മൂർച്ചയുള്ള മിക്സി ഉണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് അരക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒലിവ് ഓയിലും വെള്ളവും, തണുത്ത വെള്ളമായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഒലിവ് ഓയിലും വെള്ളവും കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് ഞാനിത് ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും പിന്നെ പുതിന ചപ്പും ഇട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് തണുക്കുമ്പോൾ നല്ല രസമാണ് അമ്മൂസ്. പിന്നെ പുതിന ചപ്പ് ഞാനൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് മേലെ വെച്ചുകൊടുത്തതാണ്, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ ഒരു റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷിഷ് തവൂക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബ്രിഞ്ചിളൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മുത്തബൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തബല, മറ്റേ അമ്മൂസിനെ കാട്ടിയും ഭയങ്കര ഇഷ്ടമാണ് അത്. ഇനി നമുക്ക് ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഇതാ ഈ ഒരു കബാബിൻ്റെ മിക്സും പിന്നെ അതുപോലെ തന്നെ ഷിഷ് തവൂക്കെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കബാബിൻ്റെ കൂട്ട് കൈമേൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഈ സ്ക്യൂവറിലൊന്ന് കുത്തി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഷിഷ് തവൂക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഉള്ളി വേണമെങ്കിൽ ഉള്ളി വെച്ചുകൊടുക്കുക, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ചുകൊടുക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മുത്തബൽ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്രിഞ്ചളിയുടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുരുവെല്ലാം ഒന്ന് കളയാം. നമുക്ക് കുരുവിൻ്റെ ആവശ്യമില്ല. കുരു കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലുള്ള ബാക്കിയുള്ള പീസ് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുക്കാം. ഈ ബ്രിഞ്ചളിൻ്റെ തോലെടുക്കണ്ടേ, ഉള്ളിലെ പീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈനി പേസ്റ്റ്, പിന്നെ തൈരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അല്ലി ഗാർലിക് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കാം. നല്ലോണം ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഒലിവ് ഓയിലും. പിന്നെ വേണ്ടത് ഒരു പുളിനാരങ്ങൻ്റെ നീര്, ഒന്ന് വേണ്ട, അര മതി കേട്ടോ. ഞാൻ ഒരു ബ്രിഞ്ചിളാന്നല്ല എടുത്തത്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും, നിങ്ങൾ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുത്തബലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഒലിവ് ഓയിലും പുതിന ചപ്പ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കബാബും പിന്നെ ശിഷ് തവൂക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തീയങ്ങ് കൂട്ടി കൊടുക്കൊന്നും വേണ്ട. ഒരു ചെറിയൊരു തീയിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചിക്കന് വെന്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്തെടുക്കേണ്ടത് കുബൂസ് പരത്തിയിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അത് നമ്മൾ സാധാരണ ചപ്പാത്തിയെല്ലാം പരത്തിയിട്ട് ചുടുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഒന്ന് മാത്രമേ ഞാൻ പരത്തിയിട്ട് ചുടുന്നത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ കുബൂസ് പിന്നെ അതുപോലെ തന്നെ ഹമ്മൂസ്, ഈ ഒരു ശിഷ് തവൂക്ക്, കബാബ് പിന്നെ മുത്തബൽ എല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇത് നമ്മൾ കുബൂസിൻ്റെ മാവിയുടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് ബോളാക്കി എടുക്കുന്നത് അതേപോലെ ബോളാക്കി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ കബാബും ശിഷ് തവൂക്കിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് മാത്രം ചുട്ടെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ കുബൂസ് 2 പീസാക്കിയിട്ട് വെച്ചെടുത്ത്, എന്നിട്ട് നമ്മൾ പാഴ്സലി ഇല്ലേ അത് ഒന്ന് അതിൻ്റെ മേലെ ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഈ കബാബും ശിഷ് തവൂക്കും വെച്ചെടുത്തത്. പിന്നെ ഡെക്കറേറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ രീതിയിലൊന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ശിഷ് തവൂക്ക്, കബാബ് പിന്നെ ഹമ്മൂസ്, മുത്തബൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കിന്. അത് ഞാൻ നേരത്തെ മുറിച്ച് വെച്ച കുറച്ച് ഇലകളുണ്ടായിരുന്നു, മല്ലിച്ചപ്പും പുതിനച്ചപ്പും പിന്നെ പാഴ്സലും. അപ്പോൾ അത് 3ഉം ഞാൻ മിക്സ് ചെയ്തിട്ട് അതിൽ കക്കിരി മുറിച്ച് വെച്ചതാണ്. കുക്കുംബറില്ല നമ്മൾ അത് ഒന്ന് മുറിച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കിയതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പിന്നെ ഈ ഒരു മുത്തബൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.